മലപ്പുറം പൊന്നാനിയെ നടുക്കി വീണ്ടും കവർച്ച. ചെറുവായ്ക്കരയിൽ വീട്ടമ്മയുടെ വായ് മൂടിക്കെട്ടി മർദ്ദിച്ച ശേഷമാണ് കവർച്ച നടത്തിയിരിക്കുന്നത്. പരിക്കേറ്റ കുന്തനകത്ത് രാധയെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ ദേഹത്തുണ്ടായിരുന്ന 3.5 പവൻ സ്വർണ്ണാഭരണമാണ് നഷ്ടപ്പെട്ടത്. പോലീസിനെ നാണം കെടുത്തിയാണ് പൊന്നാനിയിൽ വീണ്ടും കവർച്ച നടന്നിരിക്കുന്നത്. ഐശ്വര്യ തിയേറ്ററിന് സമീപം തന്നെയാണ് ഇത്തവണ നടന്ന സ്വർണ്ണാഭരണ കവർച്ചയും. ചെറുവായ്ക്കരയിൽ വീട്ടമ്മയുടെ വായ് മൂടിക്കെട്ടിയാണ് മർദ്ദിച്ചത്. ശേഷം 3.5 പവൻ സ്വർണ്ണാഭരണവുമായി കടന്നുകളയുകയായിരുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ കുന്തനകത്ത് രാധിയെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കമ്മല ഊരിക്കൊണ്ടുപോയില്ല, പൊട്ടിച്ചെറുക്കൽ 2 പാട് ഊരിക്കൊണ്ടുപോയി. രണ്ടാളുണ്ട്, ഒരാൾ ഞാൻ എന്ത് പഠിച്ചിട്ട് എൻ്റെ അതിലാണ് കയറി കിട്ടിയത്. ഈ 2 കാലുമാണ് കയറി കുത്തിയിരുന്നു. ഈ 2 കുട്ടികാലം ഇറക്കാൻ പറ്റില്ല. ഇതൊക്കെ ചെയ്ത് ഈ സാധനത്തിലൊക്കെ ചോരയും. പൊന്നാനി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആഴ്ചകൾക്ക് മുൻപാണ് ഐശ്വര്യ തിയേറ്റർ സമീപത്ത് രാജീവിന്റെ അടച്ചിട്ട വീട്ടിൽ വാതിലുകൾ കുത്തി തുറന്ന് വൻ കവർച്ച നടന്നത്. ഈ കേസിൽ പ്രതികളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിലാണ് രണ്ടാമത്തെ കവർച്ച. മലബാർ ടൈംസ്, പൊന്നാനി. പുതുമാറ്റങ്ങളോടെ പുതുമോടിയിൽ അണിഞ്ഞൊരുങ്ങി സൻഹ സിൽക്സ് വളാഞ്ചേരി. പുതിയ സ്റ്റോക്കുകൾ ഒരുക്കി ഈ ഫെസ്റ്റിവൽ സീസണെ വരവേൽക്കാൻ സൻഹയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സൻഹ സിൽക്സ് വളാഞ്ചേരി.